ഹലോ, നമസ്കാരം. ഞാൻ പാലങ്ങാടാണ്. എൻ്റെ പേര് ലൈല. ഞാൻ പാലങ്ങാടാണ്. പിന്നെ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് 10 മാസമായി. അപ്പോൾ ഈ ബിസിനസ്സിലേക്ക് വരാനുള്ള കാരണം ഞാനൊരു സുഖമില്ലാത്ത ഒരാളായിരുന്നു. അതുകൊണ്ട് അതിന് കുറച്ച് പ്രൊഡക്റ്റ് കഴിച്ച് നമ്മളെ ഔസത്ത് മേഡം എൻ്റെ മോളെ കയ്യാലെ എനിക്ക് കിട്ടി. അത് കഴിച്ചു നോക്കി. അത് കഴിച്ച് ഒരു 7 മാസം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. 7 മാസവും ഓരോരോ മാസം കഴിയുമ്പോൾ ഓരോരോ അസുഖം എനിക്ക് സുഖമായിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ വലിയ ഔസത്ത് മേഡവും സാഹിർ സാറിന്റെ വീട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുക സുഖമായിക്കല്ലേ എന്ന് പറയുമ്പോൾ ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞ് 7 മാസം നിർത്തി ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചതായിരുന്നു. ഞാൻ കഴിച്ച് എനിക്ക് എന്തെല്ലാം അസുഖമാണോ എനിക്ക് ഒരു 4 ബുദ്ധിമുട്ടുകൾ എനിക്ക് ഇതിനാല് നല്ലവണ്ണം മാറി. എന്റെ കുടുംബത്തിലേക്ക് എന്റെ ഉമ്മ എന്റെ അനുജത്തിക്ക് ഞാൻ കൈമാറി. അതൊന്നേരൊന്നും ഞാൻ പ്രൊഡക്റ്റ് എടുത്തിട്ടില്ല. ഞാൻ ഔസത്ത് മേഡത്തിനോട് പ്രൊഡക്റ്റ് കൊണ്ടുത്തരാൻ പറയൂ, ഓള് കൊണ്ടെത്താന്ന് അങ്ങനെ കൊടുത്തതാ. അന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു, ഇങ്ങനെ കച്ചവടം ചെയ്യുന്നു, നിങ്ങളെ മുന്നിൽ ഇങ്ങനെ വന്ന് ഇരിക്കുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. കാരണം എന്റെ അസുഖം അതാണ്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഫീൽഡിൽ ഇറങ്ങാനോ നിങ്ങളെല്ലാവരുമായിട്ട് ഇങ്ങനെ സന്തോഷം പങ്കിടാനോ ഒന്നും എനിക്ക് കഴിയൂല. പക്ഷെ എനിക്ക് എന്റെ ബുദ്ധിമുട്ട് വിചാരിക്കുമ്പോൾ തന്നെ എന്റെ മനസ്സിനും എന്റെ ശരീരത്തിനും ഭയങ്കര ഒരു വിഷമാണ്. അതുകൊണ്ടാണ് എനിക്ക് ഒരു ഭർത്താവ് പറയുന്നത് എനിക്ക് കിട്ടൂല. അത്രയും ഞാനൊരു സൂക്കേടേ തരുന്ന തള്ളി നീക്കി വെച്ചൊരവസ്ഥയിലായിരുന്നു ഞാൻ. അപ്പൊ ഞാൻ അതെല്ലാം കഴിച്ച് എനിക്ക് മാറി. എന്റെ ഉമ്മച്ചിക്ക് കൊടുത്ത്, എന്റെ ഉമ്മച്ചിക്ക് ആമബാദായിരുന്നു, വീച്ചറിലായിരുന്നു. അപ്പൊ ഉമ്മച്ചി കഴിച്ച്, ഉമ്മച്ചി ഇപ്പോ വാക്കർമലായി. പിന്നെ ഉമ്മ ഇപ്പൊ പിടിക്കാതെ നടക്കൂ. ആ രീതിയിൽ എന്റെ ഉമ്മനെ ഞാൻ രക്ഷപ്പെടുത്തി ഇപ്പൊ എന്റെ അനുജത്തിക്ക് കൊടുത്ത്. അപ്പൊ എനിക്ക് തോന്നി ഇൻഷാ അല്ലാ ഇതെന്തായിട്ടും എന്നെപ്പോലെ ബുദ്ധിമുട്ടായി നിൽക്കുന്നേ ആരാണോ ഉള്ളത് അവർക്ക് കൊടുക്കണം, എനിക്ക് പഠിച്ചോണ്ട് വെക്കുന്ന ഒരു കൂലിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ എന്റെ മോനെ പോയോട് പറഞ്ഞ് മോൻ അത് പഠിക്കാൻ ശ്രമിച്ച്. അപ്പൊ സാറുമാര് വന്നപ്പോ സാറോട് പറഞ്ഞ് എനിക്ക് ഒന്ന് പഠിക്കണോ, നമുക്ക് അമ്മാമ്മ കാണാം എന്ന് എന്റെ മോൻ പറഞ്ഞ്. എന്റെ മോൻ എഞ്ചിനീയറാണ്. അപ്പൊ സാറുമാരായിട്ട് കണ്ട് ഓനായിട്ട് സംസാരിച്ച്. അപ്പൊ ഓനെന്ത് ചെയ്ത് ഓനൊരു ഒരു പാർവല എന്ന് പറയുക ഒരു ഷീട്ട് കൊടുത്ത് ഈ രീതിയിൽ ഐഡിയ അടിക്കണോ, ഞാനൊരു 1,00,000 റുപ്യ തരാം, ഒരു രീതിയിൽ ഐഡിയ അടിച്ചിട്ട് ഉമ്മാക്ക് എന്താണോ വേണ്ടിയ പ്രൊഡക്റ്റ് ഇവിടെ കൊടുക്കുകയെന്ന് പറഞ്ഞ് സാറന്മാരുടെ കൂടെ ഏൽപ്പിച്ച്. അപ്പൊ ഞാൻ ഇന്നേയും കൂട്ടി സാറന്മാര് ബിജു സാറും ഔസത്ത് മേഡവും കോഴിക്കോട് പോയി 1,00,000 റുപ്യന്റെ സാധനം കൊണ്ടോ എന്റെ വീട്ടിൽ വെച്ച്, എന്റെ വീട്ടിലൊക്കെ വെച്ച് ഞാനതൊക്കെ നല്ല അൾമാരൊക്കെ റെഡിയാക്കി അതിൽ ഷോക്കേസിലൊക്കെ വെച്ച്. അപ്പൊ ഞാൻ വിചാരിച്ചാവും 6 മാസം എനിക്ക് എവിടേക്കും പോകേണ്ട പ്രൊഡക്റ്റ്. എനിക്കൊരു ഭയങ്കര സ്നേഹം വന്നു ഈ പ്രൊഡക്റ്റിന്. എന്തും കുടിക്കാലോ, എനിക്ക് ഇനി നല്ലൊരു സന്തോഷമാണ്. വർഷം നമ്മൾ പൊരയിലില്ലേ സാധനം ഇല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഒരു ദേഷ്യം പിടിക്കലും ഒരു വല്ലാതൊരു വിഷമോ. അതുപോലാണ് ഈ പ്രൊഡക്റ്റിന്റെ വീട്ടിലില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. പ്രൊഡക്റ്റ് കണ്ട ഭയങ്കര സന്തോഷം. അപ്പൊ ഇതിങ്ങനെയൊക്കെ വെച്ച് 6 മാസം ഞാൻ എവിടേക്കും പോണ്ട ഉഷാറല്ലേ എന്ന് പറഞ്ഞപ്പോ 16-ാം ദിവസം വീണ്ടും ഞാൻ 35,000 റുപ്യന്റെ സാധനം എടുക്കേണ്ടി വന്നു. ഈ 1,00,000 എടുത്തതിന് ശേഷമാണ് 16-ാം ദിവസം വീണ്ടും ഒരു 35,000 റുപ്യന്റെ സാധനം ഔസത്ത് മേഡത്തോട് പറഞ്ഞ് ഞാൻ ബുക്ക് ചെയ്തെടുത്ത്. അത്ര രീതിയിലും എന്റെ ചുറ്റുപാടുള്ള ആൾക്കാരും എന്റെ കുടുംബക്കാരുമാണ് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി എന്റെ ആരോഗ്യം കണ്ടിട്ട്. അങ്ങനെയാണ് ഞാൻ ഈ 10 മാസം കൊണ്ട് ഈ ATC റാങ്കിലെത്തിയതും നിങ്ങളെയൊക്കെ വന്ന് ഇങ്ങനെ സംസാരിക്കാനായതും ഒക്കെ കാരണം ഈ പ്രൊഡക്റ്റാണ്.